ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഓട്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഉപ്പുമാവ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇത് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഒന്ന് ചെറുതായി ഒന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് നടുവേ മുറിച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മുളകെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതിയൊക്കെ മതിയാവും. അത് നന്നായി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂണും കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ മഞ്ഞൾപ്പൊടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മഞ്ഞൾപ്പൊടി നന്നായി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളം നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ക്യൂക്കർ ഓട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യൂക്കർ ഓട്സ് ആകുമ്പോഴാണ് ഇത് പെട്ടെന്ന് നമുക്കൊരു 3-4 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ക്യൂക്കർ ഓട്സ് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് വരുമ്പോഴേക്കും ഇതിലത്തെ വെള്ളമെല്ലാം വറ്റി വന്ന് ഓട്സ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഓട്സ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമെല്ലാം തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് കുഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ ഉലർന്ന് വരുന്നതായിരിക്കും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണിത്. അപ്പോൾ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.